കടൽ തീരത്ത് ഒരു കുട്ട നിറയെ ഞണ്ടുകളെ കണ്ട് വഴിയാത്രക്കാരൻ മുക്കുവനോട് ചോദിച്ചു, സുഹൃത്ത്, ഈ കുട്ടയ്ക്ക് മൂടിയില്ലല്ലോ, ഞണ്ടുകൾ വലിഞ്ഞു കയറി രക്ഷപ്പെടില്ലേ? ഇത് കേട്ട് മുക്കുവൻ വല്ലാത്തൊരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സുഹൃത്തെ, ഇതിൽ ഒരു ഞണ്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഞാനിത് മൂടി വെച്ചേനെ. പക്ഷേ ഇതിൽ നിറയെ ഞണ്ടുകളുണ്ട്. ഒരാൾ രക്ഷപ്പെടാൻ മുകളിലേക്ക് കയറിയാൽ ബാക്കിയുള്ളവർ അതിനെ വലിച്ച് താഴെ ഇട്ടോളൂ. എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നീയും രക്ഷപ്പെടണ്ട എന്നതാണ് അവരുടെ ചിന്താഗതി. ഇവരുടെ ഈ സ്വഭാവം കാരണം ഇവരെ പിടിച്ചു നിർത്താൻ എനിക്ക് വേറെ മൂടിയുടെ ആവശ്യമില്ല. വഴി അറിയുന്നവരെല്ലാം വഴികാട്ടികളാകണമെന്ന് നിർബന്ധമില്ല, വഴിമുടക്കികളുമാകാം. അപ്രതീക്ഷിത പ്രതിബന്ധങ്ങൾ വരുന്നത് അപരിചിതരിൽ നിന്നായിരിക്കില്ല, അടുപ്പക്കാരിൽ നിന്നായിരിക്കും. പിന്തുണയും വഴിവിളക്കുമാകുമെന്ന് കരുതിയവരാകും വെല്ലുവിളികളുമായി മുന്നിലുണ്ടാവുക. അപരന്റെ നേട്ടങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ ആളുകൾക്ക് പല രീതിയിലുള്ള സ്വഭാവ രീതികളുണ്ട്. അസൂയ ഉള്ളവരുണ്ട്, അനിഷ്ടം പുറത്തു കാണിക്കാതെ പെരുമാറുന്നവരുണ്ട്, വിഘ്നം സൃഷ്ടിക്കുന്നവരുണ്ട്, അദൃശ്യരായി നിന്ന് തളർത്തുന്നവരുണ്ട്, നിസ്സംഗതയോടെ പെരുമാറുന്നവരുണ്ട്, അപകീർത്തിപ്പെടുത്തുന്നവരുണ്ട്. തന്നേക്കാൾ വലുതായി വളരുന്നവയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ മാത്രം ഹൃദയവിശാലത ഉള്ളവരായിരിക്കില്ല എല്ലാവരും. എന്തും ആളുകളോട് പങ്കുവയ്ക്കുമ്പോൾ ചില വിചിന്തനങ്ങൾ നല്ലതാണ്. താൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാകുമോ? അതിനെ അംഗീകരിക്കുമോ? പ്രതികരണം ചോദിക്കുമോ? സമാന അനുഭവങ്ങളുടെ പോരാട്ട വഴികളുടെ പാരമ്പര്യം അയാൾക്കുണ്ടോ? വഴി കാട്ടാനുള്ള ഒരു തിരിനാളമെങ്കിലും അയാളുടെ കയ്യിൽ ഉണ്ടാകുമോ? യാത്രക്കിടയിൽ കെണികൾ ഒരുക്കുമോ? തുടങ്ങിയ ക്രിയാത്മക ചോദ്യങ്ങളിലൂടെ വേണം പങ്കുവയ്ക്കലും പങ്കാളിത്തവും ഉറപ്പിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക് യു.